അങ്ങനെ ഞങ്ങൾ ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചിട്ട് നമ്മുടെ ട്രിപ്പ് തുടങ്ങിയിരിക്കുകയാണ്. ഏകദേശം 15 ലിറ്ററോളാണ് ഹിമാലയൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഇപ്പോൾ ദാ കട്ട് റോഡ് വഴി പാസ് ചെയ്ത് പോയിട്ട് നേരെ ഇപ്പോൾ പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് എത്തിയിരിക്കുകയാണ്. പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് മിക്കവാറും എല്ലാ ട്രിവേൻസിനും ട്രിവാൻഡ്രംകാർക്ക് അറിയാമായിരിക്കും. നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു ആർമി ക്യാമ്പാണ് ഈ ഒരു പാങ്ങോട് ആർമി സ്റ്റേഷൻ. അവിടുന്ന് നേരെ അടുത്ത് ബേക്കറി ജംഗ്ഷൻ വഴി പാളയത്തേക്ക് ആണ് അടുത്ത യാത്ര. പാളയം എത്തിയിട്ടുണ്ട്. നമ്മുടെ അണ്ടർ പാസേജ് ഇതുവഴി പോകുമ്പോൾ കൂവാത്ത ട്രിവാൻഡ്രംകാർ വളരെ കുറവായിരിക്കും. ആരായാലും ഇതുവഴി പോകുമ്പോൾ ജസ്റ്റ് എങ്കിലും ഒന്ന് കൂവി നോക്കിയിട്ടുണ്ടാവും ട്രിവാൻഡ്രംകാർ. അത് നമുക്കൊരു നൊസ്റ്റു ഫീലാണ്. ഈ ഒരു ക്രോസ് ചെയ്തിട്ട് നേരെ ചെന്ന് കയറുന്ന സ്ഥലം ആ കാണുന്നതാണ് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ബിൽഡിംഗ്, യൂണിവേഴ്സിറ്റി ഓഫീസിൻ്റെ പ്രധാനപ്പെട്ട ബിൽഡിംഗ്. നമ്മുടെ ട്രാവൻകൂർ സമയത്ത് ഉണ്ടാക്കിയതാണ് ആ ഒരു ബിൽഡിംഗ്. ഇപ്പോൾ NH66 നമ്മൾ കയറുവാണ്. നമ്മുടെ ഒരു സർവീസ് റോഡ് വഴി നേരെ NH66 66 കയറി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇത് കന്യാകുമാരി മുതൽ കൊച്ചി വഴി ഗോവ വഴി മുംബൈയിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഇതാ ഹൈവേ, പ്രധാനപ്പെട്ട ഹൈവേ ആണ് ഇപ്പോൾ കാണുന്നത്. ഹൈവേ ക്രോസ് ചെയ്തിട്ട് നേരെ ഇപ്പോൾ നമ്മുടെ ലുലു മാളിൻ്റെ ഏരിയയ്ക്ക് എത്തിയിരിക്കുകയാണ്. ആക്കുളത്തുള്ള ലുലു മാൾ. ട്രിവാൻഡ്രം ലുലു മാൾ മിക്കവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ? ഏറ്റവും വലിയ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ മാളാണ്. ലുലുവിൻ്റെ ഏറ്റവും വലിയ മാളുകളിലൊന്നാണ്. ഇപ്പോൾ അത് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല, കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ ലുലു മാൾ അതൊരു വികാരമാണ്. ഇപ്പോൾ പ്രവാസികൾക്കായാലും ശരി നമ്മുടെ നാട്ടിലുള്ളവർക്കായാലും ശരി ലുലു മാൾ ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് തരുന്നത്. അതെല്ലാം ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് നേരെ നമ്മളിപ്പോൾ കഴക്കൂട്ടം ടെക്നോ വാലി, നമ്മുടെ ആ ഒരു ടെക്നോ ഏരിയയിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഏകദേശം 10 വർഷം മുന്നേ ഇവിടെയൊന്നും റോഡുകളൊന്നും വലിയ ഡെവലപ്മെൻറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു. വെറും 2 വേ ട്രാക്കായിരുന്നു. ഇപ്പോൾ എല്ലാം നല്ല ഡെവലപ്മെൻറ്റ്സ് വരുന്നുണ്ട്. ആ കാണുന്നതാണ് ഇൻഫോസിസിൻ്റെ ബിൽഡിംഗ്, ആ ഒരു കപ്പൽ ഷേപ്പിലുള്ള. അത് ട്രിവാൻഡ്രംകാർക്ക് മിക്കവർക്കും പരിചയമുള്ളൊരു കെട്ടിടമാണ് ഒരു കപ്പൽ ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻഫോസിസിൻ്റെ ബിൽഡിങ്ങൊക്കെ. അങ്ങനെ അതെല്ലാം ക്രോസ് ചെയ്ത് ഇൻഫോസിസ് പോലുള്ള സോഫ്റ്റ്വെയർ കമ്പനികളൊക്കെ ക്രോസ് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ടെക്നോ പാർക്കിൻ്റെ ഏരിയയാണ് ഈ ഒരു കഴക്കൂട്ടം ടെക്നോ വാലി. ആ ഒരു ടെക്നോ പാർക്കിൻ്റെ ഏരിയ ആ കാണുന്നതാണ് ടെക്നോ പാർക്കിൻ്റെ ബിൽഡിങ്സൊക്കെ. അനേകം IT കമ്പനികളും അനേകം ആയിരം ആൾക്കാരൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലമാണ് ടെക്നോ പാർക്ക്. കേരളത്തിലെ ആദ്യത്തെ IT പാർക്കൊക്കെയാണ് ടെക്നോ പാർക്ക്. പിന്നെ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പുതിയൊരു ബ്രിഡ്ജാണ് കേട്ടോ, കഴക്കൂട്ടത്ത് വന്നിട്ടുള്ള പുതിയൊരു ബ്രിഡ്ജാണ്. ആ ദൂരെ കാണുന്നതാണ് നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, നമ്മുടെ ക്രിക്കറ്റൊക്കെ നടക്കുന്ന നമ്മുടെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ആ ദൂരെ കാണുന്നത്. കഴക്കൂട്ടം കഴിഞ്ഞിട്ടിപ്പോൾ നേരെ കണിയാപുരം ഏരിയയിലേക്കാണ്. ഇവിടെ നിന്ന് റോഡ് വൈഡനിങ് കംപ്ലീറ്റ് ആയിട്ടില്ല, പണി നടക്കുന്നേ ഉള്ളൂ. പണി നടക്കട്ടെ, നമ്മുടെ റോഡും മാറട്ടെ, നമ്മുടെ നാടും വികസിക്കട്ടെ. ഈ റോഡാണ് നേരെ നമ്മൾ ഗോവ വഴി പോകേണ്ട വഴിയാണിത്. ആ റോഡാണ് ഈ കാണുന്നത്. കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചറൊക്കെ പ്രതീക്ഷിക്കാം. അങ്ങനെ കണിയാപുരം പള്ളിപ്പുറം ഏരിയ എല്ലാം ക്രോസ് ചെയ്തിട്ട് ആറ്റിങ്ങൽ ഏരിയയൊക്കെ ക്രോസ് ചെയ്ത്, ആറ്റിങ്ങൽ നമ്മുടെ ട്രിവാൻഡ്രത്തെ പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് ആറ്റിങ്ങൽ. ട്രിവാൻഡ്രം ജില്ലയുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ആറ്റിങ്ങൽ. അത് കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം യാത്ര ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ വെള്ളം ശ്രദ്ധിക്കുക, ഡീഹൈഡ്രേറ്റഡ് ആവാതെ ശ്രദ്ധിക്കുക നമ്മുടെ ശരീരം. അതുകൊണ്ട് എപ്പോഴും വെള്ളമൊക്കെ കുടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കരുനാഗപ്പള്ളി ഏരിയയാണിത്. കൊല്ലം ടൗണ് നമ്മൾ കയറത്തില്ല, ഹൈവേ വഴി വേറെ നേരെ കരുനാഗപ്പള്ളിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. കരുനാഗപ്പള്ളി എത്തുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രശ്നം ഉണ്ടായിട്ടോ, നമ്മുടെ വണ്ടിയുടെ ക്ലച്ച് കേബിളൊന്ന് പൊട്ടിയായിരുന്നു. പിന്നെ നാട്ടുകാരൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തു. അവിടെ ഒരു വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ട് കാണിച്ചു. അവിടെയുള്ള ചേട്ടന്മാരൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. അല്ലെങ്കിലും നമ്മൾ മലയാളികൾ പൊളിയല്ലേ, പ്രത്യേകിച്ച് കൊല്ലംകാരെ. അപ്പോൾ ഈ വർക്ക്ഷോപ്പിലായിരുന്നു കേട്ടോ ഞങ്ങൾ വണ്ടി സെറ്റാക്കി എടുത്തത്. അത് ചേട്ടാ അധികം കാശൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല, നല്ല വർക്കായിരുന്നു, സൂപ്പറായിരുന്നു. അതിനുശേഷം ഇപ്പോൾ നേരെ നീണ്ടകര ബ്രിഡ്ജൊക്കെ ക്രോസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നീണ്ടകര പ്രധാനപ്പെട്ട ഒരു ഫിഷിംഗ് ഹാർബറാണ്, കൊല്ലം ജില്ലയുടെ പ്രധാനപ്പെട്ട ഒരു ഫിഷിംഗ് ഹാർബറാണെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ നല്ല ഫ്രഷായിട്ട് മീനൊക്കെ കിട്ടുന്നൊരു സ്ഥലം. പിന്നെ നീണ്ടകര ക്രോസ് ചെയ്ത് നേരെ ഇപ്പോൾ കായംകുളത്ത് ഞങ്ങൾ KTDC ആഹാർ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ലഞ്ച് കഴിച്ചത്. ഫുഡ് അത്ര പോരാ, ബൊഫേ ആയിരുന്നു കേട്ടോ. ഏകദേശം ഒരു 2:30-3 മണിയോളമായി. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ അധികം വീഡിയോസൊന്നും എടുത്തില്ല ഉള്ളിൽ, കാരണം മഴ ആയതുകൊണ്ട്. യാത്രയിൽ മിക്കവാറും സ്ഥലങ്ങളിൽ മഴ ഉണ്ടായിരുന്നു.
മഴയുള്ള സമയത്ത് അധികം ഫോട്ടോസ് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. സോ ഇപ്പോൾ കൃഷ്ണപുരം കായംകുളം എല്ലാം ക്രോസ് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും റോഡിൻ്റെ പണിയൊക്കെ നടക്കാൻ പോകുന്നേ ഉള്ളൂ. നടന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ഡെവലപ്മെൻറ്റ്സ് ഒക്കെ പ്രതീക്ഷിക്കാം. ഇത് കൊച്ചി വഴി ഗോവ മുംബൈയിലേക്ക് പോകുന്ന റോഡാണ്. 1640 കിലോമീറ്റർ ആട്ടോ NH-66 ഒരു ലെങ്ത്ത് വരുന്നത് ടോട്ടലി. അത് ലാൽ സിനിപ്ലക്സ് എന്തോ തിയേറ്ററാണ്, ലാലേട്ടൻ്റെ ആണെന്ന് തോന്നുന്നു ആ ഒരു തിയേറ്റർ. അങ്ങനെ ആലപ്പുഴ കായംകുളം കഴിഞ്ഞു, ആലപ്പുഴയൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു ലാൻഡാണ് ഈ ആലപ്പുഴ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ടൂറിസം ഭൂപടത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ആലപ്പുഴ. നമ്മുടെ ഒരു ലാൻഡ്മാർക്ക് തന്നെയാണ്. ഈ ഹൗസ് ബോട്ടും ഈ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ നമുക്ക് ലോകത്തിന് മുന്നിൽ കേരളത്തിന് കാണിക്കുന്നൊരു സ്ഥലം കൂടിയാണ് ആലപ്പുഴ എന്ന് പറയുമ്പോൾ. അപ്പോൾ ആലപ്പുഴ നമുക്ക് അത്രയ്ക്കും ഒരു പ്രിയപ്പെട്ടൊരു ഇടമാണ് എല്ലാവർക്കും. ഈ ആലപ്പുഴയിലൂടെയാണ് നമ്മളെ മലയാളികളെ കേരളത്തിൻ്റെ ലോകം അറിയുന്നത്. അപ്പോൾ ആ ഒരു പ്രത്യേകത എപ്പോഴും ആലപ്പുഴയ്ക്കുണ്ട്. ഇതൊരു അമ്പലം, ഇരട്ടക്കുളങ്ങര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഒരു ഏരിയയാണ്. അതെല്ലാം ക്രോസ് ചെയ്ത് പോകുന്ന വഴിക്ക് മൊത്തം മഴയായിരുന്നു കേട്ടോ, നല്ല മഴയുണ്ട്. അതെല്ലാം ഇങ്ങനെ ക്രോസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് പണി തീർത്തിട്ടുള്ളൊരു പാലമാണ്, അതിലൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൂടെ കാണുന്നത് ആലപ്പുഴ കടൽ, ആലപ്പുഴ ബീച്ച് ഏരിയയാണ്. ബീച്ച് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മലയാളികൾക്കൊരു പ്രത്യേക ഫീലാണ്. എത്ര മഴയാണെങ്കിലും എന്ത് ഇതുണ്ടെങ്കിലും എന്ത് വിഷമമുണ്ടെങ്കിലും നമ്മൾ എല്ലാം തീർക്കാനൊക്കെ കാണുന്നൊരു സ്ഥലം കൂടിയാണ് ബീച്ച് എന്ന് പറയുമ്പോൾ. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ബീച്ചിൽ നിറയെ ആൾക്കാർ അവിടെ ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ, മഴയൊന്നും കാര്യമാക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരവിടെ ബീച്ചിൽ സായനം ചിലവഴിക്കാനൊക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ കാണുന്ന എല്ലാം റോഡിൻ്റെ പണിയാണ് കേട്ടോ. NH-66 വർക്കാണ് നടക്കുന്നത്. സോ അതുകൊണ്ട് ഭയങ്കര ട്രാഫിക് ഉണ്ട്, പ്ലസ് നല്ല മഴയുണ്ട്. എറണാകുളം ജില്ല അടുത്തുകൊണ്ടിരിക്കുകയാണ്. അരൂറൊക്കെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ബ്ലോക്കുണ്ട്. നല്ല ബ്ലോക്ക് എന്ന് വെച്ചാൽ അത്യാവശ്യത്തിന് നല്ല ബ്ലോക്കുണ്ട്. ബ്ലോക്കൊന്നും പിന്നെ അധികം വീഡിയോസ് എടുത്തിട്ടില്ല, മഴയൊന്നും അധികം എടുക്കാൻ പറ്റിയിട്ടില്ല. എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. എറണാകുളത്ത് അധികവും ഇതുപോലുള്ള പാലങ്ങൾ, ദ്വീപുകളൊക്കെ നിറഞ്ഞൊരു ഏരിയയാണ് എറണാകുളം, കൊച്ചി എന്നൊക്കെ പറയുന്നത്. എറണാകുളത്ത് എത്തുമ്പോൾ എപ്പോഴും ഒരു സെക്കൻഡ് ഹോം ഫീലിംഗ് ഉണ്ട് ഞങ്ങൾക്ക്. ഇപ്പോൾ ട്രിവാൻഡ്രം കൊച്ചി ആണെങ്കിലും നമുക്കൊരു സെക്കൻഡ് ഹോം അല്ലെങ്കിൽ ഒരു ഹോംലി ഫീൽ ഉണ്ടാവും. എപ്പോഴും ഒരു അന്യനാടെന്നുള്ളൊരു ചിന്ത. അതിപ്പോൾ കേരളത്തിൽ എവിടെ ചെന്നാലും ആ ഒരു ഫീല് നമുക്ക് കേരളത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ കേരളത്തിൻ്റെ ബോർഡൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷം. അങ്ങനെ ടോൾ ജംഗ്ഷനൊക്കെ ക്രോസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ടൂ വീലേഴ്സിന് ടോളില്ല, അറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും. അപ്പോൾ ടോൾ ജംഗ്ഷനൊക്കെ ക്രോസ് ചെയ്ത് നല്ല മഴയുണ്ട്. ആ മഴയെല്ലാം പക്ഷേ മഴയത്ത് റൈഡ് ഒരു പ്രത്യേക ഫീൽ കേട്ടോ. അതിൽ എക്സ്ഷോർ ഹോസ്പിറ്റലൊക്കെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ ഏകദേശം കൊച്ചി എത്തിയിട്ട് നമ്മൾ സൗത്ത് സ്റ്റേഷൻ അടുത്തായിരുന്നു ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ അക്കോമഡേഷൻ എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ പോയിട്ട് റൂംസൊക്കെ എടുത്തു. ഈ കാണുന്ന ലേ മെറിഡിയനാണ്. ലേ മെറിഡിയൻ പിന്നെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു ഹോട്ടൽ എടുത്തിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും ഈ ലേ മെറിഡിയനിൽ സ്റ്റേ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു, നോക്കാം. അങ്ങനെ ഹോട്ടലിൽ റൂമൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി ചായ കുടിച്ചു, ഫുഡൊക്കെ കഴിച്ചു. ആ ഒരു വൈബൊക്കെ ഫീൽ ചെയ്തിട്ട് നേരെ റൂമിലേക്ക് കയറി. ബാക്കി വിശേഷം നാളെ.